ഷിരൂരിൽ കാണാതായ അർജുനു വേണ്ടിയുള്ള തിരച്ചിലിൽ അനിശ്ചിതത്വം തുടരുകയാണ്. ഷിരൂരിൽ രക്ഷാപ്രവർത്തനം പൂർണ്ണമായും ഉപേക്ഷിച്ച നിലയിലാണെന്ന് എം വിജിൻ MLA പറഞ്ഞു. രക്ഷാദൌത്യം തുടരുമെന്ന് പറഞ്ഞ ആരെയും ഇന്ന് കാണാനില്ല. കേരളം ഇപ്പോഴും രക്ഷാപ്രവർത്തനം തുടരണമെന്നാവശ്യപ്പെടുന്നു എന്നും എം വിജിൻ പ്രതികരിച്ചു. തിരച്ചിൽ തുടരുമെന്നാണ് പ്രതീക്ഷയെന്ന് അർജുന്റെ ബന്ധു ജിത്തിനും പറഞ്ഞു. ഇന്നിപ്പോൾ കാണുന്നത് നമ്മളെല്ലാം ആശങ്കപ്പെട്ട പോലെ തന്നെ രക്ഷാ ദൗത്യം പൂർണ്ണമായും ഇവിടെ ഉപേക്ഷിച്ച നിലയിൽ തന്നെയാണ് കാണാൻ വേണ്ടി സാധിക്കുന്നത്. ഞങ്ങളുണ്ട്, കേരളത്തിലെ മാധ്യമപ്രവർത്തകരുണ്ട് എന്നതൊഴിച്ചാൽ ജില്ലാ ഭരണകൂടത്തിൻ്റെ ഭാഗമായിട്ടുള്ള ഒരു സംവിധാനങ്ങളും ഒന്നും കരയിലോ വെള്ളത്തിലോ ഒന്നുമില്ല. ഏതായാലും കേരളം ഇപ്പോൾ ആവശ്യപ്പെടുന്നത് ഇത് തുടരണം, നിർത്തരുത് എന്ന അഭ്യർത്ഥന തന്നെയാണ് ഇവിടുത്തെ ഗവൺമെൻറ്റിനോട് ഞങ്ങൾ വളരെ വിനയപൂർവ്വം അഭ്യർത്ഥിക്കുന്നത്. ഇന്നിപ്പോൾ കാണുന്നത് നമ്മളെല്ലാം രക്ഷാപ്രവർത്തനം കരയിൽ ഇപ്പോഴും ആ കടയിരുന്ന ഭാഗത്തുള്ള മണ്ണൊന്നും പൂർണ്ണമായിട്ട് എടുത്തിട്ടില്ല. അതൊക്കെ ശരിക്കൊരു ക്രിയാത്മകമായിട്ട് തന്നെ ചെയ്യേണ്ടതായിരുന്നു. പക്ഷേ അങ്ങനത്തെ ഒന്നും ഇതുവരെ നമുക്ക് ഇവിടെ കാണാൻ സാധിച്ചിട്ടില്ല. ഏതെങ്കിലും തരത്തിലുള്ള ഉദ്യോഗസ്ഥന്മാരോ ഒന്നും ഇവിടെ കാണുന്നത്, ജസ്റ്റ് 2 പോലീസുകാരും അങ്ങനെയുള്ളൊരു സംവിധാനം മാത്രമാണ് ഇപ്പോൾ ഇവിടെ പ്രവർത്തിക്കുന്നത്. പുഴയിലെ തിരച്ചിൽ എത്രയും പെട്ടെന്ന് ഊർജിതമാക്കാനുള്ള എല്ലാ നടപടികളും കൈക്കൊള്ളണം തന്നെയാണ് ഞങ്ങൾക്ക് പറയാനുള്ളത്. ഇനി നമ്മൾ എന്തായാലും ഇവിടെ തന്നെ തുടരാനാണ് തിരച്ചിൽ പ്രതീക്ഷിക്കുന്നുണ്ട്. അത് എത്രയും പെട്ടെന്ന് തന്നെ അത് പ്രതീക്ഷിക്കുന്നുണ്ട്. പക്ഷേ ഇതിൽ ഇങ്ങനൊരു സാഹചര്യമുണ്ട്. ഈ ഒരു 4 ദിവസം വെച്ചിട്ട് അവർ പിന്നെ വഹിക്കാനുള്ള ഒരു സാധ്യത അത് കൂടെ കാണുന്നുണ്ട് ഇതിൽ. രക്ഷാദൌത്യം പുനരാരംഭിക്കാൻ കർണാടകയ്ക്ക് മേൽ സമ്മർദ്ദം ശക്തമാക്കാനാണ് കേരളത്തിന്റെ നീക്കം. എന്നാൽ കാലാവസ്ഥ അനുകൂലമാകാതെ തിരച്ചിൽ പുനരാരംഭിക്കാനാകില്ല എന്നതാണ് കർണാടകത്തിന്റെ നിലപാട്. ഗംഗാവലിപ്പുഴയിലെ മണ്ണ് നീക്കാനുള്ള ഡ്രഡ്ജർ തൃശ്ശൂരിൽ നിന്ന് എത്രയും പെട്ടെന്ന് എത്തിക്കാനുള്ള ശ്രമവും നടക്കുന്നു. ഇതിനിടെ സുരക്ഷാ ഭീഷണി കണക്കിലെടുത്ത് ഷിരൂരിൽ വീണ്ടും റോഡ് അടച്ചിരിക്കുകയാണ്. മുബഷീർ P. അക്ബർ വിവരങ്ങളുമായി. മുബഷീർ, ഇപ്പോൾ കേരളത്തിൽ നിന്നുള്ള ജനപ്രതിനിധികൾ അവിടെ തുടരുന്നുണ്ട്, കേരളത്തിന്റെ സമ്മർദ്ദം അവിടെ തുടരുകയാണ്. പക്ഷേ കർണാടകയിൽ ഇന്ന് രക്ഷാപ്രവർത്തനവുമായി ബന്ധപ്പെട്ട ആരും ഷിരൂരിലില്ല, അല്ലേ മുബഷീർ? കർണാടകയിൽ നിന്നുള്ള ഒരു തരത്തിലുള്ള ഓഫീസേഴ്സോ അല്ലെങ്കിൽ അധികൃതരോ ഒരു മേഖലയിലില്ല എന്നുള്ളതാണ് ഏറ്റവും സങ്കടകരമായ കാര്യം. ഞാനിപ്പോൾ നിൽക്കുന്നത് ഈ ഒരു സംഭവം നടന്ന ഷിരൂരിലെ ദുരന്തബാധിത മേഖലയിലാണ്. നിലവിൽ ഈ ഒരു മേഖല പൂർണ്ണമായും അടച്ചിട്ടുണ്ട്. മാധ്യമപ്രവർത്തകർക്കും ഈ ഒരു മേഖലയിലേക്കുള്ള ഒഫീഷ്യൽസിനും മാത്രമാണ് പ്രവേശനം. ഇവിടെ എത്തുന്ന ഘട്ടത്തിൽ നമ്മൾ കാണുന്നത് NHAയുടെ, അതായത് നാഷണൽ ദേശീയപാതാ നിർമ്മാണവുമായി ബന്ധപ്പെട്ട ചില നിർമ്മാണ തൊഴിലാളികൾ മാത്രമാണ് നിലവിൽ ഈ ഒരു മേഖലയിലുള്ളത് എന്നുള്ളതാണ്. ഇവിടെ ഇപ്പോൾ നടന്നുകൊണ്ടിരിക്കുന്ന നിർമ്മാണം സ്മൃതി അതാണ് മനസ്സിലാക്കേണ്ടത്. ഈ ഒരു റോഡിന് ഇരുവശങ്ങളിലായുള്ള കുഴികളടക്കാനുള്ള ശ്രമം മാത്രമാണ് ഇവിടെ നടന്നുകൊണ്ടിരിക്കുന്നത്. ദേശീയപാത നിർമ്മാണ തൊഴിലാളികളുടെ നേതൃത്വത്തിൽ കരാർ കമ്പനിയുടെ അധികൃതർ ഈ ഒരു മേഖലയിലുണ്ട്. 2 പോലീസുകാർ സുരക്ഷയുടെ പേരിൽ ഇവിടെ വിയോഗിച്ചിട്ടുണ്ട്. വേറൊരു മനുഷ്യനെയും കർണാടകയിൽ നിന്ന് നമുക്കിവിടെ കാണാൻ സാധിക്കുന്നില്ല എന്നുള്ളതാണ്. ഇന്നലെ കർണാടകയിലെ ഉത്തര കന്നഡ ഭരണകൂടം പറഞ്ഞിരുന്നത് തിരച്ചിൽ അവസാനിപ്പിച്ചിട്ടില്ല, പുഴയിലെ തിരച്ചിൽ താൽക്കാലികമായി നിർത്തിവെച്ചു, തീരഭാഗത്തെ അതായത് കരസേന തിരച്ചിൽ ഇന്നും തുടരുമെന്നായിരുന്നു MLA ഉൾപ്പെടെയുള്ള ആളുകൾ പറഞ്ഞിരുന്നത്. ഇന്നൊരു മനുഷ്യൻ പോലും ഇങ്ങോട്ടേക്ക് തിരിഞ്ഞു നോക്കിയിട്ടില്ല. രക്ഷാദൗത്യം ആരംഭിച്ച് 14ാമത്തെ ദിവസമാണ്. പൂർണ്ണമായും അനാഥമായി വിജനമായി ഷിരൂർ മേഖല കിടക്കുന്നു എന്നുള്ളതാണ്. റോഡിലെ ചെളി നീക്കം ചെയ്യാൻ അല്ലെങ്കിൽ റോഡിലെ കുഴിയടക്കാനുള്ള നീക്കങ്ങളുമായി ദേശീയപാതാ നിർമ്മാണ അതോറിറ്റിയുടെ ആളുകൾ മാത്രമേ മേഖലയിലുണ്ട് എന്നുള്ളതാണ്. എന്താണ് ഇവിടെ സംഭവിക്കുന്ന കാര്യത്തിൽ കൃത്യമായ ഉത്തരം നൽകാൻ ഉത്തര കന്നഡ ജില്ലാ ഭരണകൂടത്തിന് സാധിക്കുന്നില്ല. ഇനി ഗംഗാവലിപ്പുഴയിലേക്ക് പോകുമ്പോൾ നമുക്ക് കാണാം, നമ്മുടെ വീഡിയോ ജേർണലിസ്റ്റ് വിജിത്ത് ഊർക്കടവെന്ന് പാൻ ചെയ്താൽ കാണാം, ആ നീല സംഭവം സ്ഥാപിച്ചിട്ടുള്ള ആ മൺതിരയോട് ചേർന്നുള്ള ഭാഗത്താണ് ഏറ്റവും പ്രധാനപ്പെട്ട സ്പോട്ട് സ്ഥിരീകരിച്ചിരുന്നത്, അതായത് 4th സ്പോട്ട്. ഈ ഒരു മേഖലയിൽ ഏകദേശം 10 അടിയോളം താഴ്ചയിൽ നിലവിൽ അർജുൻ ഓടിച്ചിരുന്ന വാഹനത്തിൻ്റെ ഒരു ഭാഗമുണ്ടെന്നായിരുന്നു നിർണായക സിഗ്നലായി ലഭിച്ചതിൻ്റെ അടിസ്ഥാനത്തിൽ കണ്ടെത്തിയിരുന്നു. ആ ഒരു മേഖലയിൽ ഇറങ്ങി പരിശോധന നടത്താൻ ഈശ്വർ മാൽപ്പയുടെ നേതൃത്വത്തിലുള്ള സംഘം 9ലധികം തവണയാണ് വെള്ളത്തിലിറങ്ങി ഡൈവ് ചെയ്തുകൊണ്ട് പരിശോധന നടത്തിയത്. എന്നാൽ അതിൽ താഴെ തട്ടിലേക്ക് പോയിക്കൊണ്ടുള്ളൊരു കണ്ടെത്തലിന് അല്ലെങ്കിൽ നിരീക്ഷണത്തിന് സാധിച്ചിരുന്നില്ല എന്നുള്ളതാണ്. അത്രത്തോളം കുത്തൊഴുക്ക് പുഴയിലുണ്ടായിരുന്നു. സമാനമായ സാഹചര്യം ഇപ്പോഴുമുണ്ട്. മുകളിലൊക്കെ തന്നെ ജലനിരപ്പ് കുറഞ്ഞിട്ടുണ്ടെങ്കിലും കുത്തൊഴുക്ക് അതിശക്തമായി തുടരുന്നുണ്ട് എന്നുള്ളതാണ്. കാലാവസ്ഥയൊക്കെ തന്നെ തെളിഞ്ഞ രീതിയിൽ തന്നെയാണ് ഇവിടെയുള്ളത്. മഴയൊക്കെ തന്നെ മാറി നിൽക്കുന്നുണ്ടെങ്കിലും കുത്തൊഴുക്ക് അതിശക്തമാണ്. ഒരു തരത്തിലുള്ള രക്ഷാദൗത്യ സംഘവും ഇവിടെയില്ല. SDRFിൻ്റെ ചില ആളുകളൊക്കെ തന്നെ ഒരു മേഖലയിലുണ്ട്. അവരൊന്നും തന്നെ രക്ഷാദൗത്യത്തിന് വന്നതല്ല എന്നുള്ളതാണ്. വീണ്ടും ദൃശ്യങ്ങളിലേക്ക് പോകുമ്പോൾ നമുക്ക് കാണാം, അർജുൻ്റെ ബന്ധുവായ ജിതിനും അതുപോലെ തന്നെ കല്യാശ്ശേരി MLA വിജിൻ ഉൾപ്പെടെയുള്ള ആളുകൾ ഇവിടെയുണ്ട്. കേരളത്തിൽ നിന്നുള്ള പ്രതിനിധികൾ മാത്രമാണ് ഈ ഒരു മേഖലയിലുള്ളത്. കർണാടകയിൽ ഇതുവരെ പ്രവർത്തനം നടത്തിയിരുന്ന ഒറ്റ മനുഷ്യനെ പോലെയും ഈ ഒരു മേഖലയിൽ നമുക്ക് കാണാൻ സാധിക്കുന്നില്ല എന്നുള്ളതാണ് ഏറ്റവും ദുഃഖകരമായ കാര്യം. എന്താണ് കർണാടക ഭരണകൂടത്തിന് ഇക്കാര്യത്തിൽ പറയാനുള്ളതെന്ന് പോലും
അവർ പ്രതികരണമായി നമുക്ക് മുന്നിൽ എത്തുന്നില്ല എന്നുള്ളതാണ്. പൂർണ്ണമായി വാഹനങ്ങളൊക്കെ തന്നെ ഈ ഒരു മേഖലയിലൂടെ കടത്തിവിടാതെ ഈ ഒരു മേഖലയിൽ നിയന്ത്രണം ഏർപ്പെടുത്തിയിട്ടുണ്ട് എന്നുള്ളതാണ്. സുരക്ഷാ ഭീഷണി തന്നെയാണ് പ്രധാനപ്പെട്ട കാരണം. ഏകദേശം 300 മീറ്റർ അകലെയൊക്കെ തന്നെ വലിയ സുരക്ഷാ ഭീഷണിയുണ്ട്. ഏത് സമയവും മണ്ണിടിച്ചിലുണ്ടാകാനുള്ള സാധ്യത കണക്കിലെടുത്ത് കൂടിയാവണം അത്തരമൊരു നീക്കം എന്നുള്ളതാണ്. എന്തായാലും പറഞ്ഞ വാക്ക് കർണാടക പാലിച്ചില്ല എന്നുള്ളത് വീണ്ടും നമ്മൾ ആവർത്തിച്ച് പറയേണ്ടി വരും. നേരത്തെ എം വിജുനും അക്കാര്യം തന്നെയാണ് നമ്മളോട് സൂചിപ്പിച്ചത്. പുഴയിലെ തിരച്ചിൽ താൽക്കാലികമായി നിർത്തി മറ്റു കരസേനയുടെ തിരച്ചിലൊക്കെ തന്നെ ഇത് തുടരുമെന്നായിരുന്നു പറഞ്ഞിരുന്നത്. ഒരു തരത്തിലുള്ള സംഘങ്ങളും ഇവിടെ എത്തിച്ചേർന്നിട്ടില്ല. കരയിലാണെങ്കിലും മറ്റു മേഖലയിലാണെന്നും തന്നെ ഒരു പ്രവർത്തനം ഇവിടെ കാണാൻ സാധിക്കുന്നില്ല എന്നുള്ളതാണ്. എന്തായാലും 14ാമത്തെ ദിവസം പൂർണ്ണമായും അനാഥമായി കിടക്കുന്ന ശിരൂരിലെ ഒരു കാഴ്ച തന്നെയാണ് നമുക്ക് കാണാൻ സാധിക്കുന്നത്. ഇനി തിരച്ചിൽ പുനരാരംഭിക്കുമെന്ന കാര്യത്തിലൊന്നും തന്നെ സ്ഥിരീകരണം ഉണ്ടായിട്ടില്ല എന്നുള്ളതാണ്. ഇനി വരാൻ പോകുന്ന തുടർ നീക്കങ്ങളുമായി ബന്ധപ്പെട്ട കാര്യങ്ങൾ പരിശോധിക്കുമ്പോൾ നമുക്കറിയാം. കഴിഞ്ഞ ദിവസം കാർവാർ MLA പറഞ്ഞിരുന്നത് തൃശ്ശൂരിൽ നിന്നും കാർഷിക സർവകലാശാലയിലെ ഒരു അത്യാധുനിക സംവിധാനം മണ്ണുമാന്തി യന്ത്രം ഇങ്ങോട്ടേക്ക് എത്തിക്കുമെന്നുള്ളതായിരുന്നു പറഞ്ഞിരുന്നത്. ആ ഒരു യന്ത്രം എത്തിക്കുന്നതിന് മുൻപ് ഈ ഒരു മേഖല പരിശോധിക്കുന്നതിന് വേണ്ടി കേരളത്തിൽ നിന്നുള്ള വിദഗ്ധ സംഘം ഇങ്ങോട്ടേക്ക് പുറപ്പെട്ടിട്ടുണ്ട്. ഇന്ന് രാത്രിയോടുകൂടിയാവും അവരിവിടെ എത്തിച്ചേരുക. അവരിവിടെ എത്തിച്ചേർന്ന ഒരു യന്ത്രം ഈ ഒരു മേഖലയിൽ സ്ഥാപിച്ചുകൊണ്ട് തിരച്ചിൽ നടത്താൻ പറ്റുമോ എന്നൊരു പ്രാഥമിക പരിശോധന നടത്തും. അതിനുശേഷം കർണാടകയ്ക്ക് ഒരു റിപ്പോർട്ട് സമർപ്പിക്കും. ആ ഒരു റിപ്പോർട്ടിന് ശേഷമായിരിക്കും ആ ഒരു യന്ത്രം ഇവിടെ എത്തിക്കാനുള്ള തീരുമാനം ഉണ്ടാകുക എന്നുള്ളതാണ്. അത് തീരുമാനമെടുത്താലും ഏകദേശം 5ലധികം ദിവസം പിടിക്കും ആ ഒരു യന്ത്രം ഇവിടെ എത്തിച്ചേരാൻ. പിന്നീട് കഴിഞ്ഞ ദിവസങ്ങളിലൊക്കെ കണ്ട രീതിയിലുള്ള തിരച്ചിൽ ഇവിടെ ഉണ്ടാകുമെന്നൊരു ചോദ്യം നമുക്ക് മുന്നിലുണ്ട് എന്നുള്ളതാണ്. നേരത്തെ ആ ഒരു യന്ത്രവുമായി ബന്ധപ്പെട്ട് മണ്ണുമാന്തി ബാർജ് എന്നാണ് അതിനെ വിളിക്കുന്നത്. ആ ഒരു യന്ത്രവുമായി ബന്ധപ്പെട്ട ടെക്നീഷ്യനോട് സംസാരിച്ചപ്പോൾ അദ്ദേഹം വ്യക്തമാക്കുന്നത് ഏകദേശം 4 നോട്ട്സ് വേഗതയിൽ ഒഴുകുന്ന പുഴയിൽ മാത്രമേ അത് സ്ഥാപിക്കാൻ കഴിയൂ എന്നുള്ളതാണ്. നിലവിൽ ഗംഗാവലി പുഴയുടെ സാഹചര്യം നമ്മൾ പ്രത്യേകം പറയേണ്ടതില്ല. 6ലധികം നോട്ട്സ് വേഗത്തിലാണ് അത് ഒഴുകിക്കൊണ്ടിരിക്കുന്നത്. 10 കിലോമീറ്ററിലധികം വേഗതയിൽ നിലവിൽ കുത്തിയൊലുക്ക് ഈ ഒരു മേഖലയിൽ ഉണ്ട് എന്നുള്ളതാണ്. ഡ്രഡ്ജറും ഇവിടെ പ്രായോഗികമാണോ എന്ന സംശയം നിലവിൽ ഉയരുന്നു എന്നുള്ള വിവരമാണ് ഇപ്പോൾ മുബഷീർ പി അക്ബർ നൽകിയത്. മുബഷീറാണ് വിശദമായി തന്നെ ഷിരൂരിൽ നിന്ന് വിവരങ്ങൾ നൽകിയിരിക്കുന്നത്. ഇന്ന് അവിടെ രക്ഷാപ്രവർത്തകരില്ല, കർണാടകയിൽ നിന്ന് ആരും തന്നെ ഇല്ല എന്നുള്ളതാണ്.